അടുക്കളയിൽ നിന്ന് ഇറങ്ങാറായില്ലേ? അയ്യേ, മാഷെന്തായി പൂട്ടുന്നാക്കോലൊക്കെ കഴുത്തി തൂക്കിയിട്ട്? നീ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം എനിക്ക് ഈ അടുക്കള പൂട്ടാൻ. അതെന്തിനാ? ആൾ താമസമില്ലാത്ത എല്ലാ മൂലയും മുറിയും ഞാൻ പൂട്ടി. ഇനി ഇതിനകത്തെങ്ങാനുമാണ് നമ്മുടെ പ്രേതമുള്ളതെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റാതെ ഇതിനകത്ത് കിടക്കും. അങ്ങനെ കുറേ ദിവസം ഇതിനകത്ത് കിടന്ന് വിശന്ന് പെണ്ണകളകും. എനിക്ക് വിശക്കുന്നേ, എന്നെ തുറന്ന് വിടണേ എന്ന് പറഞ്ഞ് വാതിൽ മുട്ടും. അപ്പം ഞാൻ വാതിൽ തുറന്ന് പ്രേതത്തിനെ പിടിക്കും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ബെസ്റ്റ്. എന്നെയും കൂട്ടോ മാഷേ? ആദ്യം നീ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യും, എന്നിട്ട് കൂട്ടാൻ കുണിക്കാൻ ഹരിക്കൊക്കെ ചെയ്യാം. കണ്ടില്ല, സോറി സോറി സോറി. നമ്മുടെ തങ്കപ്പണ്ണന്റെ മോളല്ലേ, ബോധമില്ല പൊക്കണമില്ല. ഇങ്ങോട്ട് ഇറങ്ങു വെച്ചേ, ഇറങ്ങാൻ. ഇവിടെ ആരുമില്ല. ഞാൻ കണ്ടതാ. ഹേയ്, കുട്ടിക്ക് തോന്നിയതാ. വരൂ. അമ്മച്ചി, ഒരു 11:30-12 പള്ളിയിലെ ചടങ്ങുകളൊക്കെ കഴിയും. കഴിഞ്ഞാലുടൻ നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പുറപ്പെടുക. 5:30-ക്കാണ് കൊച്ചിന്ന് ബോംബെ ഫ്ലൈറ്റ്. കെട്ട് കഴിഞ്ഞ് വലിയ ആഘോഷമൊന്നും വേണ്ട. തലേന്ന് മധുരം വൈപ്പിനെന്നാകാം ആഘോഷമൊക്കെ. ഈ വീട് ശുഭകാര്യങ്ങൾക്കൊന്നും നല്ലതല്ലാത്ത സ്ഥിതിക്ക് പെണ്ണിനെയും ചെറുക്കനെയും എൻ്റെ വീട്ടിൽ വരുത്തി ആ ചടങ്ങ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വിവാഹം ഇപ്പം വേണ്ട. കടുത്ത മാനസിക രോഗിയാണ് അഞ്ജലി. അവളുടെ ചിത്തഭ്രമം മാറുന്നതുവരെ ഈ വിവാഹം നടത്താൻ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്കെന്താണ് കുഴപ്പം? ഉണ്ട്, കുഴപ്പമുണ്ട്. അതുകൊണ്ടാണല്ലോ അനൂപ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഭൂതം, പ്രേതം, പിശാച് ഇതിനെയൊക്കെ കാണുന്നു എന്ന് പറയുന്നത് തന്നെ ഒരുതരം മാനസിക രോഗമാണ്.
തൻ്റെ സഹോദരിയുടെ മരണകാരണം താനാണെന്ന് വിശ്വസിക്കുന്ന തൻ്റെ മനസ്സിനേറ്റ മുറിവ് അത് ചികിത്സിച്ചുണക്കിയില്ലെങ്കിൽ വലിയ വ്രണമായി മാറും. അത് അനുവദിക്കരുത്. അനുവദിച്ചാൽ പണ്ടിവിടെ ചങ്ങലക്കിട്ട് പൂട്ടിയ തൻ്റെ മുത്തശ്ശിയുടെ ഗതിയാവും തനിക്കും. ഇല്ല, കഥകൾ ഉണ്ടാക്കി പറയരുത്. കഥകളൊന്നുമല്ല ഇത്. മുഴുക്കുടിയന്മാർക്കും മനസ്സിലുണ്ടാകുന്ന ചില വിള്ളലുകൾ കൊണ്ട് മാനസിക നില തെറ്റുന്നവർക്കും ഇത് സംഭവിക്കാം. കുടിയന്മാരുടെ കേസിൽ ഇതിനെ ആൽക്കഹോളിക് ഡിലേറിയം എന്നും അല്ലാത്തവർക്ക് പാരനോയിഡ് ഡെലൂഷൻ എന്നും പറയും. ഈ മാനസിക വിഭ്രാന്തിയെ ചികിത്സിച്ച് ഭേദമാക്കുകയാണ് വേണ്ടത്. അല്ലാതെ ബോംബെക്കും ഡൽഹിക്കും ഒന്നും ഒളിച്ചോടിയോണ്ട് ഇത് മാറില്ല. എനിക്കൊരു അസുഖമില്ലെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? ചികിത്സിക്കുന്ന രോഗികളോട് എല്ലാ നല്ല ഡോക്ടർമാരും അതാണ് പറയുന്നത്. അതേ ഞാനും ചെയ്തുള്ളൂ. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ അങ്ങനെ ഈ കുട്ടിയോട് പറയുള്ളായിരുന്നു. ബേബിച്ചായ, എന്നെ വിശ്വസിക്കൂ പ്ലീസ്. അനു, എനിക്കൊന്നുമില്ല. കദളിക്കാട് തിരുമേനി പറഞ്ഞല്ലോ ഈ വീടിനെ കുഴപ്പമൊന്നും. No, it is not the house which is haunted. It is she who is haunted. താൻ ഇവിടെ കിടന്ന് ഷീ ഹി ഹി ഷീ എന്ന് പറഞ്ഞ് തുള്ളിയിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറയാം എന്താ വേണ്ടേന്ന്. ആദ്യം ഇവനൊരു കുറ്റിച്ചൂരെടുത്ത് ചാണകത്തി മുക്കി ഇവന്റെ മുഖത്തടിച്ച് ഇവനെ പുറത്താക്ക. പിശാചിനെ പിടിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇവൻ ഇവിടെ വന്നത്. ഇവൻ ഇതുവരെ പിശാചിനെ പോയിട്ട് മരപ്പെട്ടിയെ പോലും പിടിച്ചിട്ടില്ല. ഇവന്റെ പണി പിശാചിനെ പിടിക്കലല്ല, പെണ്ണ് പിടുത്താണ്. ദേ, ഇവൾക്ക് പിശാചിനെ കാണിച്ചു കൊടുക്കാന്നും പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ള വൃത്തികേട് പുറത്ത് പറയാൻ കൊള്ളില്ല. പിശാചിനെ കിട്ടാതെ വന്നപ്പോ അഞ്ജലിക്ക് ഡിസ്കോണ്ടയാണ്, കിഷ്കന്തയാണ്, അവളുടെ അമ്മയുടെ നായരാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൂടിയിരിക്കുക. നമുക്ക് ബോധം തെളിഞ്ഞു. എന്തെങ്കിലും സംസാരിച്ചോ? ഇല്ല, സംസാരിക്കാറായിട്ടൊന്നുമില്ല. എങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത്. വിവാഹം കഴിഞ്ഞ് ഇവരോടൊപ്പം അന്നാമയെ കൊണ്ടുപോകാൻ ഒക്കുമെന്ന് ഡോക്ടറോട് ചോദിക്കണം. ഏയ്, ഏട്ടത്തി ഞാൻ കൊണ്ടുപോവാ. അവിടെ ആകുമ്പോൾ നോക്കാനും പിടിക്കാനൊക്കെ ആളുണ്ട്. ഏട്ടത്തിയാണെങ്കിലും അമ്മയുടെ സ്ഥാനത്ത് തന്നെ ഞങ്ങളെ വളർത്തിയേ. അപ്പൊ ഈ വിവാഹം നടത്താൻ തന്നെയാണോ തീരുമാനം? എന്താടാ നിനക്ക് എന്നിട്ട് വായിക്കാട്ട് കുറെ വിഷം കോരി ഒഴിച്ചു തരും. വീട്ടുകാരോട് സംസാരിക്കും. വരുത്താൻ എന്തോടെ കാര്യം? യൂസ്ലെസ് ഫെലോ. സോറി സാർ. നിങ്ങൾ പറയും പോലെ അത്ര എളുപ്പമുള്ളതല്ല വിവാഹം മാറ്റിവെക്കല്. വിളിച്ചു ചൊല്ലി നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ അറിയിച്ച് ദിവസവും നിശ്ചയിച്ചതിന് ശേഷം അത് മാറ്റിവെക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു അപശകുനമാണ്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് ബേബിച്ചായം പറയുന്നതാണ് അവസാനത്തെ വാക്ക്. എനിക്ക് അനൂപ് പറയുന്നതാണ് അവസാനത്തെ വാക്ക്. അയാളാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഈ വിവാഹം നടന്നാൽ തൻ്റെ ജീവിതമാണ് തകരാൻ പോകുന്നത്. അനു, താനിതിനെ സമ്മതിക്കരുത്.